നമസ്കാരം. നമ്മുടെ നാടിൻ്റെ ഭാവി സ്വപ്നമായ 5 യുവ ഡോക്ടർമാർ, അതെ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ടു പോയ വിവരം നമ്മൾ എല്ലാവരെയും ഒരുപാട് വിഷമിപ്പിച്ചിരിക്കുകയാണ്. ഓരോ അപകടവും ഓരോ മരണവും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കുള്ള താക്കീതുകളാണ്. പൊതുവേ നമ്മൾ വാഹനത്തിനുള്ളിൽ കയറിയിരിക്കുമ്പോൾ വളരെ സുരക്ഷിതരാണെന്ന ഒരു തോന്നലാണ് നമുക്കുള്ളത്. പക്ഷേ വാഹനം ഓടുന്ന സമയത്ത് പുറത്തു നിന്നും കണ്ടു നിൽക്കുന്നവർക്കാണ് ആ വാഹനത്തിൻ്റെ സ്പീഡിനെ പറ്റിയും അത് എന്തുമാത്രം അപകടകരമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആളുകൾ. വളരെ കനം കുറഞ്ഞ മെറ്റലുകളാൽ തീർത്ത ഫ്രെയിമുകളും അതിലും കനം കുറഞ്ഞ ഷീറ്റുകൾ കൊണ്ട് കവചങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് ഓരോ വണ്ടികളും നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ശക്തിയായി ഒന്ന് അമർത്തിയാൽ പോലും അകത്തേക്ക് വളഞ്ഞു പോകുന്ന ബോഡികളാണ് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും നമ്മൾ ഇന്ന് കാണുന്നത്. എന്നാൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ പലരും ഇതിനെപ്പറ്റി ചിന്തിക്കുക പോലുമില്ല. 20-30 കിലോമീറ്റർ സ്പീഡിൽ പോലും ചെന്ന് എവിടെയെങ്കിലും ഒന്ന് ഇടിച്ചാൽ നമുക്ക് സാരമായ പരിക്ക് പറ്റുന്ന വണ്ടികളാണ് ഇന്ന് നമ്മൾ കാണുന്നതിൽ ഒട്ടുമിക്ക വണ്ടികളും. എന്നാൽ ഇപ്പോഴുള്ള ഡ്രൈവിങ്ങിലെല്ലാം ഒരു പരിധിവരെ അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഓവർ സ്പീഡും മൊബൈൽ ഉപയോഗവും അലസമായ മനസ്സും മറ്റ് ഡ്രൈവർമാരോടുള്ള വെറുപ്പും ദേഷ്യവും പുച്ഛവും എല്ലാമാണ് ഇന്നുണ്ടാകുന്ന അപകടങ്ങളിൽ ഭൂരിഭാഗവും നമ്മൾ കാണുന്നത്. ഏതൊരു വാഹനമായാലും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഡ്രൈവിങ്ങിന് തയ്യാറെടുക്കുന്ന ഓരോ ഡ്രൈവർമാരും ആത്മാർത്ഥമായി മനസ്സിൽ തീരുമാനിക്കേണ്ടത് ഡ്രൈവിംഗ് തുടങ്ങുന്ന സമയത്തുള്ള സന്തോഷവും സമാധാനവും ഡ്രൈവിംഗ് അവസാനിക്കുന്നത് വരെ ഉണ്ടാവണമെന്നും നമ്മുടെ തിരിച്ചുവരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബത്തിലേക്ക് സന്തോഷത്തോടു കൂടെ തന്നെ നമ്മൾ തിരിച്ചെത്തണം എന്ന ഒരു ബോധത്തോടു കൂടി എല്ലാവരും ഡ്രൈവിംഗ് ചെയ്യുക. വളരെ സുരക്ഷിതമായി റോഡിൽ എല്ലാവരും ഡ്രൈവിംഗ് ചെയ്യുക. നന്ദി, നമസ്കാരം.